പ്രണാമം. നമുക്ക് കലിയുഗ വർണ്ണനയിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ സൂതൻ പറഞ്ഞു, ധീമാനായ മാർക്കണ്ഡേയനാൽ സമ്യക്കായി സ്തുതിക്കപ്പെട്ട നരസഖനായ ശ്രീ നാരായണൻ പ്രസാദിച്ച് അരുളി ചെയ്തു, ഹേ ബ്രഹ്മഋഷി വര്യ, അങ്ങ് തപ സ്വാധ്യായ സംയമം കൊണ്ട് ദൃഢമായ ആത്മാധ്യാന സമാധി കൊണ്ടും എന്നിൽ അചഞ്ചല ഭക്തി കൊണ്ടും കൃതാർത്ഥനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നിൽ നിന്ന് പോലും അങ്ങ് ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അങ്ങയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്താൽ പരിതുഷ്ടനായ എന്നിൽ നിന്നും ഏതെങ്കിലും വരം സ്വീകരിച്ചാലും. മഹർഷി പറഞ്ഞു, ദേവദേവേശ, പ്രപന്നാർത്തിഹര, അച്യുത, നിന്തിരുവഴി സ്വയം കനിഞ്ഞ് എനിക്ക് ദർശനം തന്നുവല്ലോ. ഇതിൽ പരം അനുഗ്രഹം ഉണ്ടോ? ഈ മഹാദർശനം ബ്രഹ്മവാദികൾ പോലും പ്രത്യക്ഷത്തിൽ ലഭിക്കുന്നില്ല. അവർ മനസ്സിൽ മാത്രം കാണുന്നു. എങ്കിലും കൽപ്പിച്ച സ്ഥിതിക്ക് ഒന്നു മാത്രം പ്രാർത്ഥിക്കുന്നു. സകല ലോകവാസികളെയും ഏകമായി സത്തിൽ നിന്ന് ഭിന്നമായി കാണിച്ച് പമ്പരം കറക്കുന്ന നിന്തിരുവടിയുടെ മായയെ ഒരു പ്രാവശ്യം കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. ശ്രീ ഭഗവാൻ തഥാസ്തു എന്നനുഗ്രഹിച്ചിട്ട് ബദര്യാശ്രമത്തിലേക്ക് എഴുന്നള്ളി. മഹർഷി ഭഗവന്മായ ദർശനം പ്രതീക്ഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ വസിച്ചു. സകല ഭൂതങ്ങളിലും സർവ്വദിക്കിലും തൻ്റെ ഇഷ്ടദേവനായ ശ്രീഹരിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മനക്കൽപ്പിതങ്ങളായ ജലപുഷ്പ ഗന്ധധൂപ ദീപ നൈവേദ്യങ്ങളാൽ പൂജിച്ചുകൊണ്ടും സമയമെല്ലാം കഴിച്ചുകൂട്ടി. ഒരു ദിവസം സന്ധ്യാസമയത്തിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. ചണ്ഡശബ്ദത്തോടു കൂടിയ കാറ്റിനോട് അനുസരിച്ച് ഇടിമിന്നലോട് ചേർന്ന് പ്രളയ കാലമേഘങ്ങൾ പ്രകാശത്തിൽ വന്നു നിറഞ്ഞു. തുടർന്ന് തുമ്പിക്കായ് വർണ്ണത്തിൽ ഘോരവർഷം ആരംഭിച്ചു. മഴവെള്ളം 4 ഭാഗത്തു നിന്നും പെരുകി ഭൂമിയാകെ മുക്കി. തുടർന്ന് സകല പ്രാണിവർഗങ്ങളോടുകൂടി 3 ലോകവും വെള്ളത്തിൽ മുങ്ങി. താൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. മുനി അന്ധനെയും ജഡനെയും പോലെ ജടകൾ വിരിച്ചുകൊണ്ട് പ്രളയവാരിധിയിൽ നീന്തിത്തുഴഞ്ഞു. അതിയായ വിശപ്പും ദാഹവും ബാധിച്ച് മകരമത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും കടിയേറ്റും മല പോലെ ഉയർന്ന തിരമാലകളുടെ പ്രഹരമേറ്റും മഹർഷിയാകെ തളർന്നു. എങ്ങും കര കാണാത്ത അന്ധകാരം വ്യാപിച്ചു. ദിക്കുകളോ ആകാശമോ കാണാനില്ല. ചിലപ്പോൾ അഗാധമായ ചുഴികളിൽ താഴ്ന്നു പെട്ടു. ചിലപ്പോൾ ജലജന്തുക്കൾ ശരീരത്തെ കടിച്ചു മുറിച്ചു. ചിലപ്പോൾ ദുഃഖിച്ചു, ചിലപ്പോൾ മോഹിച്ചും, ചിലപ്പോൾ ഏതോ സുഖം തോന്നിയും, ചിലപ്പോൾ ഭയപ്പെട്ടും വലഞ്ഞു. ചിലപ്പോൾ കഠിനമായ രോഗം ബാധിച്ച് താൻ മരിച്ചുപോയതായും കണ്ടു. തൻ്റെ മരണം താൻ കാണുക, അഹോ ഭഗവാൻ മായാശക്തി! അങ്ങനെ എത്രയോ കോടി വർഷങ്ങൾ കഴിഞ്ഞു. ജലത്തിൽ മുങ്ങിയും പൊങ്ങിയും അത്യന്തം പരവശനായിരിക്കുന്നതിനിടയിൽ ജലനിരപ്പിൽ നിന്നുയർന്ന ഒരു സ്ഥലം കണ്ടു. അവിടെ കായ്ച്ച് തളിർത്ത് ശോഭിക്കുന്ന ഒരു മനോഹരമായ ചെറിയ ആൽവൃക്ഷവും അതിൻ്റെ വടക്കുകിഴക്കു ശാഖയിലുള്ള ഇലയിൽ ഒരത്ഭുത ശിശു ശയിക്കുന്നതും ശിശുവിൻ്റെ പ്രഭാപുരം കൊണ്ട് ആ പ്രദേശമെല്ലാം ജ്യോതിർമയമായിരിക്കുന്നതും കണ്ടു. മഹാമരതക ശ്യാമവർണം പ്രകാശമാനമായ മുഖസരോജം, ശംഖ സമാനമായ ഖണ്ഡം, വിരിഞ്ഞ മാറിടം, ശോഭനനാസിക, അഴകാർന്ന പുരികങ്ങൾ, ശ്വാസവായുക്കളാൽ ചലിക്കുന്ന സുന്ദരാളകങ്ങൾ, ശംഖാന്തർഭാഗം പോലെ വലയാകാരവും മാതളപുഷ്പത്താൽ അലംകൃതങ്ങളുമായ കർണങ്ങൾ, പവിഴം പോലെ ശോഭിക്കുന്ന അധരങ്ങൾ, അരുണച്ഛായ കലർന്ന തൂമന്ദഹാസം, താമരപ്പൂവിൻ്റെ അന്തർഭാഗം പോലെ അരുണമോഹന നേത്രങ്ങൾ, ആലില പോലെ കൃശമായ ഉദരം, ആഴമേറിയ നാഭി, മനോഹര മന്ദഹാസ കടാക്ഷം ഇത്യാദികളോടുകൂടി ജഗന്മോഹന സുന്ദരനായ ആ ശിശു 2 ഉണ്ണിക്കൈകളെ കൊണ്ടും വലത്തെ ചരണാംബുജം കൊണ്ട് മുഖാംശത്തോട് ചേർത്ത് പാനം ചെയ്യുന്നത് കണ്ട് മഹർഷി വിസ്മയിച്ചു. ആ അത്ഭുത ശിശുവിനെ ദർശിച്ച ക്ഷണത്തിൽ മാർക്കണ്ഡേയൻ അതേവരെ അനുഭവിച്ച ദുഃഖപാരവശ്യങ്ങളെല്ലാം മറന്നുപോയി. ആനന്ദാധിക്യത്താൽ ഹൃദയകമലവും മുഖകമലവും വികസിച്ചു. സർവാംഗം പുളകം കൊണ്ടു ഭക്തൻ്റെ സങ്കടങ്ങളെല്ലാം ഭഗവാനെ ദർശിക്കുന്നതുവരെയല്ലേ ഉള്ളൂ. ആ ശിശുവിൻ്റെ അപ്രാകൃത അത്ഭുത ഭാവത്തിൽ ശങ്ക തോന്നി എന്തോ ചോദിക്കാനായി വായുവിൽ കൂടി തുഴഞ്ഞ് സമീപിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും ശിശുവിൻ്റെ ശ്വാസവായുവിൽ കൂടി ഒരു കൊതുകെന്ന പോലെ മഹർഷി ഉള്ളിലേക്ക് വലിക്കപ്പെട്ടു. ആ അത്ഭുത ശിശുവിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണ് കണ്ടത്! പ്രളയത്തിന് മുമ്പ് വ്യവഹാര കാരണമായിരുന്ന വിശ്വം മുഴുവൻ മറവ് കൂടാതെ കൊച്ചു ശിശുവിൻ്റെ ഉള്ളിൽ കണ്ടു. ആകാശം, ഭൂമി, അന്തരീക്ഷം, ഗ്രഹനക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ, ഭൂഖണ്ഡങ്ങൾ,
ദിക്കുകൾ, സുരന്മാർ, അസുരന്മാർ, വനങ്ങൾ, ഗ്രാമങ്ങൾ, നദികൾ, നഗരങ്ങൾ, നാനാവർണ്ണാശ്രമികൾ, മഹാഭൂതങ്ങൾ, നാനാ ജീവരാശികൾ, ഹിമാലയം, ഭദ്രാനദി, ഋഷികൾ, ആശ്രമങ്ങൾ, തൻ്റെ ആശ്രമം എന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ശിശുവിൻ്റെ ഉച്ഛ്വാസവായുവിൽ കൂടി പുറത്തേക്ക് തള്ളപ്പെട്ട് പ്രളയജലധിയിൽ വന്നു വീണു. വീണ്ടും നോക്കിയപ്പോൾ ബാലകൻ തന്നെ നോക്കി പ്രേമമതു പൊഴിച്ചുകൊണ്ട് മോഹന മന്ദസ്മിതത്തോടുകൂടി കടാക്ഷിക്കുന്നതായി കണ്ടു. തൻ്റെ സർവേന്ദ്രിയങ്ങളെയും ആനന്ദത്തിൽ ആറാടിക്കുന്ന ആ ബാലവിഗ്രഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് കൊതി തോന്നി അടുക്കളയ്ക്ക് നീങ്ങി. അപ്പോൾ ഹൃദയേശ്വരനും യോഗേശ്വരനുമായ സാക്ഷാത് ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു. അതോടുകൂടി വടവൃക്ഷവും പ്രളയജലവുമെല്ലാം കാണാതായി. താൻ ആദ്യത്തെ പോലെ ആശ്രമത്തിൽ ഇരിക്കുന്നതായും കണ്ടു. മാർക്കണ്ഡേയ മഹർഷിക്ക് അയുധായുധം സഹസ്ര സംവത്സരം പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും പ്രാണസങ്കടം അനുഭവിച്ചതായി തോന്നിയെങ്കിലും അത് ഏതാനും നിമിഷങ്ങൾ മാത്രം നിലനിന്ന ഭഗവന്മായ വിസ്താരമായിരുന്നു. കാലസ്വരൂപനായ ഭഗവാനും ക്ഷണകാലം കൽപ്പകാലം പോലെ തോന്നിപ്പിക്കാൻ എന്താണ് പ്രയാസം? സർവേശ്വരൻ മായയുടെ അഘടിത ഘടനാപാടവം മനുഷ്യൻ്റെ അല്പബുദ്ധിയാൽ അറിയാൻ സാധ്യമേ അല്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.